RJBC മോർണിംഗ് ന്യൂസ് മെയ് 16, 2026 സുപ്രഭാതം. ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. മിഡിൽ ഈസ്റ്റ് സംഘർഷം വീണ്ടും കടുക്കുന്നു. ഇറാനെതിരായ സൈനിക നടപടികൾ വീണ്ടും ശക്തമാക്കാനുള്ള നീക്കങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും മുന്നേറുന്നതായി റിപ്പോർട്ടുകൾ. ആണവ കേന്ദ്രങ്ങളും ഭൂഗർഭ യുറേനിയം ശേഖരണ കേന്ദ്രങ്ങളും പ്രധാന ലക്ഷ്യമാകാമെന്ന സൂചനകൾ പുറത്തുവരുന്നു. മേഖലയിലെ സുരക്ഷാ സാഹചര്യം അതീവ ജാഗ്രതയിലാണ്. ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ നീട്ടി. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ലെബനനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ 45 ദിവസത്തേക്കും കൂടി നീട്ടുവാൻ ധാരണയായി. എന്നാൽ അതിർത്തി മേഖലകളിൽ ആക്രമണങ്ങളും വ്യോമ ആക്രമണങ്ങളും ഇപ്പോഴും തുടരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. തെക്കൻ ലെബനിൽ വീണ്ടും ആക്രമണം. തെക്കൻ ലെബനിൽ നടന്ന IDF ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായിട്ടാണ് ഇസ്രായേലിന്റെ വാദം. ന്യൂയോർക്കിൽ നക്ബ ദിന പോസ്റ്റ് വിവാദം. ന്യൂയോർക്ക് രാഷ്ട്രീയ പ്രവർത്തകൻ നക്ബ ദിനവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച പോസ്റ്റ് അമേരിക്കൻ ജൂത സംഘടനകളുടെ പ്രതിഷേധത്തിനിടയാക്കി. ചരിത്രം വളച്ചൊടിക്കുകയാണെന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. സുരക്ഷാ ഭീഷണി കേസിൽ കർശന നടപടി. ഇറാൻ അനുകൂല തീവ്രവാദ ബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്ന ഒരു ഇറാഖി പൗരനെതിരെ അമേരിക്ക ഭീകരവാദ കുറ്റങ്ങൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കി. ന്യൂയോർക്കിലെ ജൂത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത്. ബ്രിക്സ് യോഗത്തിൽ ഭിന്നത. മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രസ്താവന പുറത്തിറക്കാനായില്ല. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. RJBC ന്യൂസ്.